മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയുടെ ചിത കത്തിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രതാപനും മേഘനാഥനും. അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട് പ്രതാപൻ, ഇനി എൻ്റെ മോൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാം, അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമാണ് ഇനി അവൾക്ക് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടാണെങ്കിലും എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പിടി ചാരം എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലൊരുത്തി ഇരിപ്പുണ്ടല്ലോ ഇവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് പറയുന്നു, ഇത് മോളുടെ ചാരമാണ്, നീ ഇത് നോക്കി ഇനി കണ്ണീരൂറ്റിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് മാർക്കോ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഏതായെങ്കിലും 2-3 ദിവസത്തേക്ക് മഹാലക്ഷ്മിയെ ജീവിച്ചിരിപ്പിനുള്ള കാര്യം ആരും അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ശത്രുക്കളെല്ലാം സന്തോഷം അവരുടെ ഇല്ലാണ്ടായി പോവും. അതുകൊണ്ട് കുറച്ച് ദിവസം അവർ സന്തോഷിച്ചോട്ടെ, അതുവരെ മഹാലക്ഷ്മി ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയും, എന്താണെങ്കിലും കണ്ണേട്ടനോട് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കണ്ണേട്ടൻ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് മാർക്കോ പറയുന്നുണ്ട്. എന്താണെങ്കിലും മാറി നിന്നേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ലേഖയുടെ വീട്ടിൽ നിന്നോളാമെന്ന്. അതനുസരിച്ച് മാർക്കോ ലേഖയുടെ വീട്ടിലോട്ട് മഹാലക്ഷ്മിയെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലേഖ ചോദിക്കുന്നു, എന്ത് മഹാലക്ഷ്മി, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറയാം, നീ സമാധാനമായിട്ടിരിക്കുക. എന്താണെങ്കിലും എനിക്ക് ഞാൻ വളരെ വലിയ ആപത്തിൽ നിന്നാണ് എന്നെ മാർക്കോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ലേഖയെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ലേഖയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നുകൊണ്ട് മാർക്കോ വിളിക്കുന്നുണ്ട് കണ്ണനെ. എന്നിട്ട് കണ്ണനെ വീഡിയോ കോളാണ് വിളിക്കുന്നത്. അങ്ങനെ കണ്ണനെ മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് വളരെ സന്തോഷമാകുന്നുണ്ട്. നീ എവിടെയായിരുന്നു മഹാലക്ഷ്മി എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. ഞാനെല്ലാം പറയാം കണ്ണേട്ടാ, ഞാൻ അവിടെ വരുമ്പോൾ ഇതെല്ലാം പറയാമെന്ന് പറയുന്നു. അങ്ങനെ മാർക്കോയുടെ അടുത്ത് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, ആരാണ് ഇതിൻ്റെ പിറകിലെന്നൊക്കെ. അപ്പോൾ എപ്പോഴും ആരാണോ ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നതെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇതറിഞ്ഞ എൻ്റെ വീട്ടിൽ ഒരുപാട് പേര് സന്തോഷിക്കാൻ ഇരിപ്പുണ്ട്. എന്താണെങ്കിലും ഫോണിൽ കൂടി ഇതൊന്നും സംസാരിക്കേണ്ട, നേരിട്ട് തന്നെ പോയി വിവരങ്ങൾ എല്ലാവരോട് പറയണം. ഇതറിയുമ്പോൾ വളരെയധികം സന്തോഷിക്കും എല്ലാവരും എന്ന് പറയുന്നുണ്ട് മേഘൻ. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ണിയും ദുർഗയും കരുണയും എല്ലാം സന്തോഷത്തോടു കൂടി ഓടി വരുന്നുണ്ട്. എന്തായി അച്ഛാ എന്ന് കരുണ ചോദിക്കുന്നു. മോൾ ഇനി സന്തോഷത്തോടു കൂടി ജീവിക്കണം, അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അവളുടെ ചിത കത്തിയെരിയുന്ന കണ്ടിട്ടാണ് അച്ഛൻ വരുന്നതെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ തുള്ളിച്ചാടുകയാണ് നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ സന്തോഷം ഇനി ജീവിതത്തിൽ കേൾക്കാനില്ലാത്ത പോലെയാണ് കരുണയുടെ സന്തോഷം. കരുണയ്ക്ക് മാത്രമല്ല ഉണ്ണിക്കും ദുർഗയ്ക്കും എല്ലാം ഈ സന്തോഷം അലയടിക്കുന്നുണ്ട്. ഇനി കണ്ണൻ്റെ സ്വത്തുക്കൾക്കൊരു അവകാശമില്ല എന്നും കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മൾക്ക് മുഴുവനായിട്ട് കിട്ടുമെന്നുമൊക്കെ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു ഒക്കെയുണ്ട്. ഇനി മാർക്കോയുടെ അടുത്തു നിന്നും വമ്പൻ തിരിച്ചടിയായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. മഹാലക്ഷ്മിയുടെ പുതിയൊരു എൻട്രിയാണ് ഇനി അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.